റിപ്പോർട്ടഡ് ബിഗ് ബ്രേക്കിംഗ്. കെ സുധാകരന്റെ സമ്മർദ്ദത്തിന് വഴങ്ങാതെ ഹൈക്കമാൻഡ്. കണ്ണൂരിൽ കെ സുധാകരന് സീറ്റില്ല. സുധാകരൻ നിർദ്ദേശിക്കുന്നവരെ സ്ഥാനാർത്ഥിയാക്കാമെന്ന് ഫോർമുല. റിജിൽ മാക്കുറ്റിയും അമൃത രാമകൃഷ്ണനുമാണ് പരിഗണനയിൽ. എംപിമാർ സ്ഥാനാർത്ഥിയാകേണ്ടെന്ന ഹൈക്കമാൻഡ് നിലപാടിന് പിന്നാലെ പാർട്ടിയെ വെല്ലുവിളിച്ച് വൈകാരിക പോസ്റ്റുമായി കെ സുധാകരൻ രംഗത്തെത്തിയിരുന്നു. കെ സുധാകരനെ രാഹുൽ ഗാന്ധി ഫോണിൽ വിളിച്ചു. ദില്ലിയിൽ നിന്ന് മടങ്ങിയ സുധാകരനെ തിരിച്ചു വിളിച്ചു. തിങ്കളാഴ്ച ദില്ലിയിലെത്താനാണ് നിർദ്ദേശം. അർജുൻ കല്യാണും നോബൽ മാരിക്കാരനും ആർ റോഷിപാലും വിവരങ്ങളുമായി ചേരുകയാണ്. അർജുൻ, വിവരങ്ങളുമായി നമ്മളോടൊപ്പം ആദ്യം ചേരുന്നു. അർജുൻ, കെ സുധാകരന്റെ വീട്ടിലേക്ക് ധാരാളം ആളുകൾ എത്തിയിട്ടുണ്ട്. കണ്ണൂരിലെ വീട്ടിലാണ് സുധാകരൻ ഇപ്പോഴും തുടരുന്നത്. എന്താണ് സുധാകരന്റെ മനസ്സിൽ? മധു, തീർച്ചയായിട്ടും സുധാകരന്റെ ഒരു സമ്മർദ്ദത്തിനും ഹൈക്കമാൻഡ് വഴങ്ങുന്നില്ല എന്നുള്ളത് വേണം ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ. കെ സുധാകരന് കണ്ണൂരിൽ സീറ്റ് നൽകില്ല എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനമായി അല്ലെങ്കിൽ പുതുതായി നമുക്ക് പങ്കുവെക്കാനുള്ള വിവരം. പക്ഷേ പകരം ഒരു ഫോർമുല എന്ന രീതിയിൽ അമൃത രാമകൃഷ്ണനെയോ റിജിൽ മാക്കുറ്റിയോ പരിഗണിക്കുന്നു. കണ്ണൂർ സീറ്റിൽ റിജിൽ മാക്കുറ്റിക്കോ അമൃത രാമകൃഷ്ണനോ സീറ്റ് നൽകാം എന്നുള്ള ഒരു ധാരണയിലേക്ക് അല്ലെങ്കിൽ അത്തരം ഒരു ഫോർമുലയിലേക്ക്, അതായത് സുധാകരൻ മുന്നോട്ട് വെക്കുന്ന ഏത് പേരുകാരനാണോ ആ പേരുകാരനെ കണ്ണൂരിൽ പരിഗണിക്കാം എന്നുള്ള കാര്യമാണ് ഇപ്പോൾ ഹൈക്കമാൻഡ് നേതൃത്വം സുധാകരനെ അറിയിച്ചിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. എന്നാലും ഏറ്റവും പ്രധാനമായി സുധാകരന്റെ ഒരു സമ്മർദ്ദത്തിനും വഴങ്ങുന്നില്ല. കാരണം അത് ഹൈക്കമാൻഡ് നേതൃത്വം പ്രധാനപ്പെട്ട മുതിർന്ന നേതാക്കളെല്ലാം സുധാകരനോട് സംസാരിക്കുമ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് ഒരു എംപിക്ക് മാത്രമായി, അതായത് കണ്ണൂരിൽ മാത്രമായി സുധാകരന് ഒരു ഇളവ് നൽകുകയാണെങ്കിൽ അത് സംസ്ഥാനത്തെ മറ്റ് എംപിമാർക്കുമൊക്കെ ബാധകമാവും. അവരെല്ലാം ഇത്തരത്തിൽ ഒരു സമ്മർദ്ദവുമായി രംഗത്തെത്തിക്കഴിഞ്ഞാൽ അത് സ്ഥാനാർത്ഥി നിർണയത്തെ പാടെ ബാധിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറും. അതുകൊണ്ടുകൂടിയാണ് അത്തരമൊരു നിലപാടിലേക്ക് ഈ നേതൃത്വം എത്തിയത് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. എന്തായാലും ഈ ഘട്ടത്തിൽ പറയാൻ വേണ്ടി കഴിയുന്നത് കെ സുധാകരൻ ഉണ്ടാവുകയില്ല എന്ന് തന്നെയാണ്. സുധാകരന്റെ സമ്മർദ്ദ തന്ത്രങ്ങൾക്കൊന്നും തന്നെ നേതൃത്വം വഴങ്ങുന്നില്ല. കാര്യങ്ങൾ അദ്ദേഹത്തെ ബോധിപ്പിക്കും. അതിനുവേണ്ടി തന്നെയാണ് തിങ്കളാഴ്ച കെ സുധാകരനെ ഡൽഹിയിലേക്ക് വിളിപ്പിച്ചിരിക്കുന്നത്. ഈ പറയുന്ന രാഹുൽ ഗാന്ധിയുമായി നേരിട്ട് സംസാരിക്കുമ്പോൾ ആ കാര്യങ്ങളിൽ ഒരു വ്യക്തത വരുത്തും. അതായത് ഒരാൾക്ക് മാത്രമായി ഇളവ് നൽകുകയാണെങ്കിൽ അത് മറ്റുള്ളവരെ ആകെ തന്നെ ബാധിക്കുന്ന തരത്തിലേക്ക്, സ്ഥാനാർത്ഥി നിർണയം ഉൾപ്പെടെ വഴിമുട്ടുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറും എന്നുള്ള ഒരു കാര്യം അദ്ദേഹത്തെ ബോധിപ്പിക്കാൻ വേണ്ടിയാണ്. അല്ലാതെ ഏതെങ്കിലും തരത്തിൽ ചർച്ചയ്ക്കോ അല്ലെങ്കിൽ ഇത് സംബന്ധിച്ചുള്ള മറ്റേതെങ്കിലും തരത്തിലുള്ള അനുനയത്തിനു വേണ്ടിയോ അല്ല. അതായത് സുധാകരന് ആൾക്ക് സീറ്റ് നൽകാമെന്നുള്ളതാണ്. പകരം ഫോമൽ അർജുൻ കല്യാണാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. നോബൽ മാരിക്കാരൻ കൂടി നമ്മളോടൊപ്പം ചേരുകയാണ്. നോബൽ, സുധാകരൻ പ്രയാസത്തിലാണ്, പരിഭവത്തിലാണ്, പിണക്കത്തിലാണ് എന്ന് തിരിച്ചറിയുന്നുണ്ട്. തിരികെ വിളിച്ചിട്ടുണ്ട് രാഹുൽ ഗാന്ധി ഇങ്ങോട്ട് മടങ്ങിയതിന് തൊട്ട് പിന്നാലെ. മധു, തീർച്ചയായും രാഹുൽ ഗാന്ധി നേരിട്ട് തന്നെ സുധാകരനുമായി സംസാരിച്ചിട്ടുണ്ട്. സുധാകരനെ ദില്ലിയിൽ വിളിപ്പിച്ചുകൊണ്ട് ഈ പ്രശ്നത്തിന് പരിഹാരം കാണുക എന്നാണ് ഇപ്പോൾ ഹൈക്കമാൻഡ് ലക്ഷ്യം വെക്കുന്നത്. അതിന്റെ ഭാഗമായി തിങ്കളാഴ്ച ഇവിടെ എത്താൻ നിർദ്ദേശം നൽകിയിരിക്കുന്നു. രാഹുൽ ഗാന്ധി മാത്രമല്ല, മല്ലികാർജ്ജുൻ ഖാർഗെയും കെ സുധാകരനുമായി ഇക്കാര്യത്തിൽ ആശയവിനിമയം നടത്തും. അദ്ദേഹത്തെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കുക, അനുനയിപ്പിക്കുക എന്നാണ് ഇപ്പോൾ പ്രധാനമായും ഹൈക്കമാൻഡ് ലക്ഷ്യം വെക്കുന്നത്. കാരണം കെ സുധാകരന് മാത്രമായി ഒരു അനുമതി നൽകാൻ, ഒരു ഇളവ് നൽകാൻ കഴിയാത്ത സാഹചര്യം ഇപ്പോൾ ഉണ്ട്. കാരണം കൂടുതൽ എംപിമാർ ഇതിനോടകം തന്നെ മത്സര സന്നദ്ധത അറിയിച്ച് രംഗത്തുണ്ട്. ഒന്ന് അടൂർ പ്രകാശ്, മറ്റൊന്ന് MK രാഘവൻ അടക്കമുള്ള മുതിർന്ന നേതാക്കൾ തന്നെ ഇത്തരത്തിൽ മത്സര സാധ്യത അല്ലെങ്കിൽ മത്സര താല്പര്യം പ്രകടിപ്പിച്ചുകൊണ്ട് രംഗത്തുള്ള സാഹചര്യമുണ്ട്. സ്വാഭാവികമായും കെ സുധാകരന് ഒരു ഇളവ് നൽകിക്കഴിഞ്ഞാൽ ഈ എംപിമാർ കൂടി ഇളവ് നൽകേണ്ട സാഹചര്യം വരും. അത് വലിയ പ്രതിസന്ധി പ്രത്യേകിച്ച് സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കും. നിരവധി ഉപതെരഞ്ഞെടുപ്പുകളിലേക്കുള്ള സാഹചര്യം പോകുന്ന അത്തരത്തിലുള്ള സാഹചര്യം ഉണ്ടാകും. എന്തായാലും അതിലേക്കൊന്നും പോകാൻ ഹൈക്കമാൻഡ് ഈ ഘട്ടത്തിൽ ആഗ്രഹിക്കുന്നില്ല. ആ അടിസ്ഥാനത്തിൽ കൃത്യമായി തന്നെ കെ സുധാകരനെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി അദ്ദേഹത്തെ പിന്തിരിപ്പിക്കുക എന്നാണ് ഇപ്പോൾ ലക്ഷ്യമിക്കുന്നത്. നേരത്തെ അർജുൻ കല്യാൺ പറഞ്ഞത് തന്നെ കെ സുധാകരൻ സീറ്റിലെത്ത പശ്ചാത്തലത്തിൽ അദ്ദേഹം പറയുന്ന ആരെയാണോ അവരെ അവിടെ മത്സരിപ്പിക്കാനുള്ള നീക്കമാണ് ഇപ്പോൾ എന്താണെങ്കിലും ഹൈക്കമാൻഡിന്റെ ഭാഗത്ത് ഉണ്ടാകാൻ പോകുന്നത് എന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത്. തിങ്കളാഴ്ച കോൺഗ്രസിന്റെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗം നടക്കുന്നത്. ആ യോഗത്തിലേക്കായിരിക്കും ഒരുപക്ഷേ കെ സുധാകരനെ വിളിക്കുന്നത്. അതിനൊപ്പം തന്നെ ഇത്തരത്തിൽ മല്ലികാർജ്ജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധിയും നേരിട്ട് സംസാരിക്കുകയും ചെയ്യും. അത്തരത്തിൽ കെ സുധാകരനെ അനുനയിപ്പിക്കാനുള്ള നീക്കം ഹൈക്കമാൻഡിന്റെ ഭാഗത്തുണ്ടാവും. നിലവിലത്തെ ഈ സംഭവവികാസങ്ങളിൽ ഹൈക്കമാൻഡിന് വലിയ അതൃപ്തി ഉണ്ട് എന്നുകൂടി നമ്മൾ ഈ ഘട്ടത്തിൽ എടുത്തു പറയണം. പ്രത്യേകിച്ച് കേരളത്തിൽ ഒരു സർക്കാർ ഉണ്ടാക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലായിരുന്നു കോൺഗ്രസ് ഹൈക്കമാൻഡ് ഉള്ളത്. അതിന് വലിയ തരത്തിൽ മങ്ങലേൽപ്പിക്കുന്ന അല്ലെങ്കിൽ അതിന് ആ പ്രഭാവം നശിപ്പിക്കുന്ന തരത്തിലുള്ള ചർച്ചകളും വാർത്തകളുമാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ വലിയ അതൃപ്തി എന്താണെങ്കിലും ഹൈക്കമാൻഡുണ്ട്. അതൃപ്തി നേതാക്കളെ ഹൈക്കമാൻഡ് അറിയിച്ചിട്ടുണ്ട് എന്നും അറിയാൻ കഴിയുന്നു. നിലവിലത്തെ സാഹചര്യത്തിൽ എന്താണെങ്കിലും തിങ്കളാഴ്ച കെ സുധാകരനെ ദില്ലിയിൽ എത്തിച്ച് ചർച്ച നടത്തി ഇപ്പോൾ അദ്ദേഹം എടുത്തിരിക്കുന്ന തീരുമാനത്തിൽ അദ്ദേഹത്തെ പിന്തിരിപ്പിക്കാനുള്ള നീക്കമാണ് കോൺഗ്രസിന്റെ ഭാഗത്തുണ്ടാകുന്നത്. രാഹുൽ ഗാന്ധി നേരിട്ടും മല്ലികാർജ്ജുൻ ഖാർഗെ നേരിട്ടും ഇത്തരത്തിൽ അദ്ദേഹവുമായി ചർച്ചകൾ നടത്തും എന്ന് വ്യക്തമാക്കി.